നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ BJP നിലയുറപ്പിക്കാൻ പ്രധാനമായും കർണാടക എന്ന സംസ്ഥാനമാണ് അവർ എടുത്തു കാണിക്കുന്നത്. BJPക്ക് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ ലോക്സഭാ MPമാർ 2009 അവർക്ക് ജയിക്കാൻ കഴിയാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ, അതായത് സുഷമ സ്വരാജ് ഇന്ത്യയിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ MPമാരെ സമ്മാനിച്ച സംസ്ഥാനം എന്നത് അന്ന് കർണാടകയായിരുന്നു. ആ കർണാടകയിൽ ഇത്തവണ BJPക്ക് ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ അത് ഭാഗ്യം എന്ന രീതിയിലേക്ക് ഇരിക്കുകയാണ്. കാരണം അത്രയേറെ ശോചനീയമാണ് BJPയുടെ അവസ്ഥ. അത് മാത്രമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടുകൂടി BJPയുടെ നിയമസഭാ സാമാജികർ എൻ ബ്ലോക്കായി കോൺഗ്രസ്സിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്. BJPയിൽ നിന്നിരുന്ന നേതാവ് ജഗദീഷ് ഷെട്ടാർ ഇടയ്ക്ക് കോൺഗ്രസ്സിലേക്ക് എത്തുകയും കോൺഗ്രസ് നല്ല രീതിയിലാണ് തന്നെ സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്താതെ തന്നെ തിരിച്ച് BJPയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ജഗദീഷ് ഷെട്ടാറും അനുകൂലികളും ചിന്തിക്കുന്ന ഒരു കാര്യം, BJPക്ക് ഇനി കർണാടകയുടെ മണ്ണിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. കാരണം കർണാടകയിൽ BJP ഒളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കർണാടകയിൽ കോൺഗ്രസ് ഐക്യകണ്ഠേന തന്നെ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ജനകീയ സർക്കാർ അവിടെ ഒരു കൊല്ലം തികച്ചിരിക്കുകയാണ്. അതായത് സിദ്ധരാമയ്യയും DK ശിവകുമാറും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കർണാടകയിൽ ഒരു തുടർ ഭരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് അവർ ഭരിക്കുകയാണ്. ജനങ്ങൾക്ക് അത്രയേറെ സമ്മതമുണ്ടാകുന്ന രീതിയാണ്. ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള ഒരു താല്പര്യം, അവർക്ക് പ്രസ്ഥാനത്തോടുള്ളൊരു അഭിവാഞ്ച, ആ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ വിഷയം. പ്രജ്വൽ രേവണ്ണയുടെ വിഷയം BJPക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ കഠിനമേറിയതായിരുന്നു. അതായത് ഇതിനെ അതിജീവിക്കാൻ BJPക്ക് കെൽപ്പില്ലാത്ത രീതിയിലേക്ക് കർണാടകയിൽ BJPയും ജനതാദൾ സെക്യുലറും കൂപ്പുകുത്തും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അത് കൃത്യമായി സീറ്റുകളുടെ എണ്ണത്തിൽ മനസ്സിലാകുമെങ്കിലും കഴിഞ്ഞ തവണ ആകെ ബാംഗ്ലൂർ അർബൻ മണ്ഡലത്തിൽ വിജയിച്ച DK സുരേഷിൻ്റെ വിജയമായിരുന്നു കോൺഗ്രസിൻ്റെ ഏക വിജയമെങ്കിൽ ഇക്കുറി BJPക്കായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലേക്കൊരു ടാലി വരുന്നത്. അതായത് 28-ൽ 1-2 സീറ്റ് BJP ജയിച്ചാൽ മഹാത്ഭുതം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോൺഗ്രസ്സിന് 28-ൽ 26 സീറ്റും ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ആകെ സംശയം നോർത്ത് കാനറ മണ്ഡലം മാത്രമാണ്. അവിടെ BJPക്ക് വലിയ വേരോട്ടമാണ്. 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെയാണ് BJPക്ക് കിട്ടുന്നത്. ബാംഗ്ലൂരിൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ തേജസ്വി സൂര്യയ്ക്ക് അടക്കം പരാജയം സംഭവിച്ചേക്കാം എന്നാണ് BJPയുടെ വിലയിരുത്തൽ. അത്രയേറെ ഇത് ഇമ്പാക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ DKയുടെ ഒരു മാസ്മരിക പ്രകടനം തന്നെയായിരിക്കും ഈ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും കർണാടകയിൽ കോൺഗ്രസിൻ്റെ ആധിപത്യം എത്രത്തോളം ശക്തമേറിയതാണ്, എത്രത്തോളം വാശിയോടുകൂടിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി നാളുകൾ മാത്രം.